ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് മെയ് മാസം നടക്കുന്ന വിവിധ പരീക്ഷകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഒരുപാട് തസ്തികകളോട് അപേക്ഷ വിളിച്ചിരുന്നു. അത്തരത്തിൽ പല തസ്തികകളുടെയും എക്സാം ഡേറ്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയ് മാസം ഒരുപാട് പരീക്ഷകളുടെ ഡേറ്റും മെയ് മാസം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ മെയ് മാസം നടക്കുന്ന വിവിധ പരീക്ഷകൾ നമുക്ക് നോക്കാം. കൂടാതെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നേരത്തെ കഴിഞ്ഞ മാസങ്ങളിൽ അപ്ലൈ ചെയ്ത പല തസ്തികകളുടെയും ഫൈനൽ കൺഫർമേഷൻ, അതായത് എക്സാമിന് മുന്നോടിയായിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, അതായത് ഇനിയും ഈ മാസം, അതായത് ഏകദേശം 11 വരെ പല തസ്തികകളുടെയും ഡേറ്റ് ഉണ്ട്. അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറായി നിൽക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ മാസം വിളിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നാമത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയാണ്. അപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ കാറ്റഗറി നമ്പർ 515 തൊട്ടാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക വരുന്നത്. അപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ 515 വിവിധ പല കാറ്റഗറിയിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൽ ഓരോ കാറ്റഗറിയിലും ആപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും മെയിൻ എക്സാം, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മെയിൻ എക്സാമാണ്. അപ്പോൾ മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഓൾറെഡി പ്രൊഫൈൽ അതിന് ഇൻഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം ഡേറ്റ് 5/5/2025 അതേപോലെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുക നിങ്ങളുടെ പ്രൊഫൈലിൽ 21/4 പ്രൊഫൈൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആകും. അതുപോലെ കൺഫർമേഷൻ, ഡേറ്റ് ഓഫ് കൺഫർമേഷൻ മെയിൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പേപ്പർ 1 2 ഹവേഴ്സ്, അതുപോലെ പേപ്പർ 2 2 ഹവേഴ്സ്, ഇത്രയും കാര്യം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഓരോ കാറ്റഗറിയിലും സെലക്ട് ചെയ്തവർ മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെയിൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത് കാണാം, അതായത് ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഫോറസ്റ്റ് ഓഫീസ്, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ 175 പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ 175 പേരുള്ള എക്സാമാണ്. അപ്പോൾ ഇതിന് സിലബസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മെയിൻ എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് അവർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓൾറെഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സിലബസ് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് കലണ്ടറിൽ നിങ്ങൾക്ക് മെയ് മാസത്തെ കലണ്ടറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട, കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ കൊടുത്ത പരീക്ഷ നോക്കാം. അതായത് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ, ജനുവരി മാസം വിളിച്ചൊരു തസ്തിക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഡിവിഷണൽ അക്കൗണ്ട് എന്നുള്ള തസ്തിക അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇതിൻ്റെ കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. 11/3/2025 വരെ 2025 വരെയാണ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫൈലിൽ ഓൾറെഡി ഡിവിഷണൽ അക്കൗണ്ട് ജസ്റ്റ് +2 + എനി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത മുഴുവൻ ആൾക്കാരും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് 11/3/2025 നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. അതിന് എക്സാം ഡേറ്റ് 10/5/2025 എക്സാം ഡേറ്റ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആവുക ശ്രദ്ധിക്കുക. 24/2025 മുതൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാർക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതേപോലെ തന്നെ എക്സാം മീഡിയം ഇംഗ്ലീഷിലായിരിക്കും. കൂടാതെ പരീക്ഷ ടൈം 1 മണിക്കൂർ 15 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, 1463 ഈ പറയുന്ന, അതായത് NCA കാറ്റഗറി, ഒരു വിവിധ കാറ്റഗറി. കാരണം ഡിവിഷണൽ അക്കൗണ്ട് എല്ലാ കാറ്റഗറിയിലും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കൊടുത്തത്, അത്തരത്തിൽ SCC ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ അല്ലെങ്കിൽ ഏതാണ് കാറ്റഗറി, ആ കൊടുത്ത എല്ലാ കാറ്റഗറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ എക്സാം ഈ പറയുന്ന 10/5/2025 നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കുക. ഇല്ല, ഫൈനൽ കൺഫർമേഷൻ 11/3/2025 കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ എക്സാം, നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട തസ്തിക നമുക്ക് നോക്കാം. ലോവർ ഡിവിഷൻ അക്കൗണ്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് ലോവർ ഡിവിഷൻ അക്കൗണ്ടൻ്റ്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ 352 അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിൻ്റെ ഡേറ്റ് 14/5/2025 ഹോൾ ടിക്കറ്റ് 30/4 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെയും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/3/2025. അപ്പോൾ ലോവർ ഡിവിഷനുകൾക്ക് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ കൊടുത്ത മുഴുവൻ ആൾക്കാരും ഈ പറയുന്ന കൃത്യമായ രീതിയിൽ കൺഫർമേഷൻ കൊടുത്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ചില തസ്തികകൾ കൂടി നോക്കാം. അതിൽ സ്റ്റെനോ ടൈപ്പിസ്റ്റ് ആണ്. സ്റ്റെനോ ടൈപ്പിസ്റ്റ് എക്സാം നോക്കുക. അതായത് 2/5/2025 എക്സാം നടക്കും. അതുപോലെ കൺഫർമേഷൻ ആവശ്യമില്ല. കാരണം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം,
കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു തസ്തികയിലോട്ട് കൺഫർമേഷൻ ആവശ്യമില്ല. അപ്പോൾ എക്സാം ഡേറ്റ് 2/5/2025 ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 എക്സാം ഡേറ്റ് 2/5/2025. അതേപോലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് അതേപോലെ തന്നെ 2/5/2025. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് NCA കാറ്റഗറി അതും 2/5/2025. ഓക്കെ. ഇനി അതേപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട കാറ്റഗറി നോക്കാം. അതായത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാറ്റഗറിയാണ് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തിക. ഓക്കെ. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തിക വളരെ പ്രധാനമായിട്ടും എല്ലാവർക്കും അതായത് എല്ലാ കാറ്റഗറി ഉള്ളവർക്കും ആപ്ലിക്കേഷൻ കൊടുത്ത വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലോട്ട് അപേക്ഷ കൊടുത്ത മുഴുവൻ ആൾക്കാരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 11/3/2025 നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. എക്സാം ഡേറ്റ് നടക്കുന്നത് 17/5/2025 ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 3/5/2025 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ എക്സാമിൻ്റെ ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ തന്നെ 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും. ഓക്കെ. സിലബസ് ഉൾപ്പെടെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തസ്തികയായിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ എല്ലാ കാറ്റഗറിയും ആപ്ലിക്കേഷൻ കൊടുത്തവർ നിർബന്ധമായിട്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുക 17/5/2025 ഒരുപാട് സാധ്യതയുള്ള തസ്തികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി വളരെ കൃത്യമായ രീതിയിൽ പരിശീലനം നടത്തുക. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും തയ്യാറാകാൻ വേണ്ടി ഉറപ്പെടുത്തുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അത് സിവിൽ എക്സൈസ് ഓഫീസർ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയാണ്. സിവിൽ എക്സൈസ് ഓഫീസറിൽ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ കാറ്റഗറിയുള്ളവർക്കും ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ നേരത്തെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അത് കൊടുത്ത എല്ലാവരും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്താൻ. ഇനി മറ്റു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത് ഓഫീസ് അറ്റൻഡൻറ്റ് മെയിൻ എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഓൾറെഡി അതായത് ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് മെയിൻ എക്സാമിനേഷൻ സെലക്ട് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി എക്സാം ഡേറ്റ് 21/5/2025 എക്സാം വരുന്നത്. അതുപോലെ കൺഫർമേഷൻ ഇതിന് ആവശ്യമില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ റിപ്പോർട്ടർ ഗ്രേഡ് എക്സാം ഡേറ്റ് 23/5/2025. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയാണ് സബ് ഇൻസ്പെക്ടർ ഓഫീസ്. അത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന കാര്യമാണ് കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് 11/3/2025. അപ്പോൾ ഒരുപാട് പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത മുഴുവൻ ആൾക്കാരും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് 11/3/2025 കൺഫർമേഷൻ കൊടുക്കുക. എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുക 24/5/2025. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് 9/5/2025 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിൻ്റെ എക്സാം നടക്കുന്നത് 24/5/2025. അതേപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് 9/5/2025. അതേപോലെ കൺഫർമേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 11/3/2025. ഓക്കെ. ഇനി അതേപോലെ നമുക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ഉണ്ട്. അത് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സാം നടക്കുന്നത് 24/5/2025. ഇതിൻ്റെയും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/3/2025. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ ഓഫീസർ വിവിധ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറി ഉള്ളവർ നിർബന്ധമായും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺഫർമേഷൻ കൊടുത്ത് എക്സാമിന് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ്. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. ആംഡ് പോലീസ് ഇൻസ്പെക്ടറാണ്. ഇതിൻ്റെയും എക്സാം ഡേറ്റ് 24/5 കൺഫർമേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് 11/3/2025. ഓക്കെ. ഇനി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിവിധ വിഭാഗത്തിൽപ്പെട്ടത് ഓപ്പൺ മാർക്കറ്റ് തസ്തികയിലോട്ട്, അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ. ഇതിൻ്റെ എക്സാം ഡേറ്റ് 24/5/2025 തന്നെ കൺഫർമേഷൻ കൊടുക്കുന്ന 24/3/2025. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ സബ് ഇൻസ്പെക്ടറും ഈ ഒരുപാട് വിവിധ കാറ്റഗറികൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ കൂടാതെ വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുത്ത വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് അസിസ്റ്റൻറ്റ്, അതായത് ഓഡിറ്റർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയിലോട്ട്, അതായത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള ഈ ഒരു തസ്തികയിലോട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത മുഴുവൻ ആൾക്കാരും കൺഫർമേഷൻ ഡേറ്റ് നിർബന്ധമായിട്ട് 11/3/2025 ഉള്ളിലാണ് വരുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 24/5/2025 പരീക്ഷ നടക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും 9/5/2025. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അസിസ്റ്റൻ്റ് ഓഡിറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നവർ സിലബസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കുക. അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് ഓഡിറ്റർ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക്, അതേപോലെ തന്നെ ഈ 2 കാറ്റഗറിയുള്ളവർക്കും എക്സാം നടക്കുന്നത് 24/5/2025. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു തസ്തിക കൂടി ഉദ്യോഗാർത്ഥികൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം. ഇനി കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ചില കാറ്റഗറികൾ കൂടി നോക്കാം. അതായത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാം നടക്കുന്നത് 27/5/2025. അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് ലാസ്റ്റ് 11/3/2025. അതിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിവിധ തസ്തികകളുണ്ട്, വിവിധ കാറ്റഗറിയുള്ളവരുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറിയുള്ളവരും ഇതിൽ കൂടുതലായിട്ടും വരുന്നത് മുസ്ലിം കാറ്റഗറി, അതേപോലെ SC കാറ്റഗറി, അതേപോലെ SC കാറ്റഗറി, ഈ കാറ്റഗറിയിൽ വരുന്നവർ അവർ ഓൾറെഡി കൊടുത്തവരൊക്കെ ഈ രീതിയിൽ കൺഫർമേഷൻ 11/3/2025 കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കേണ്ടത്. ഇനി കൂടാതെ മറ്റു കോമൺ ആയിട്ടുള്ള
ചില കാറ്റഗറികൾ നോക്കാം. അത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ വരുന്നുണ്ട്. കൺഫർമേഷൻ എല്ലാത്തിൻ്റെയും 11/3/2025 തന്നെയാണ്. അതേപോലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഇതൊക്കെ നേരത്തെ ഡിസംബർ ജനുവരി മാസത്തിൽ വിളിച്ച തസ്തികകളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ പറയുന്ന കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് 11/3/2025 വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടാതെ മറ്റു പ്രധാനപ്പെട്ട 2-3 തസ്തികകൾ കൂടി നോക്കാം. അതായത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ, എക്സാം ഡേറ്റ് 31/5, കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് 11/3 തന്നെയാണ്. ഇനി അതേപോലെ തന്നെ ഫീൽഡ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്, എക്സാം ഡേറ്റ് 31/5, ഹോൾ ടിക്കറ്റ് 15 ഡൗൺലോഡ് ചെയ്യാം. കൺഫർമേഷൻ 11/3/2025. ഇനി അതുപോലെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ്, ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് 11/3/2025 കൺഫർമേഷൻ. ഇനി അവസാനത്തെ തസ്തിക ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഓപ്പറേറ്റർ തസ്തികയുടെയും ലാസ്റ്റ് കൺഫർമേഷൻ ഡേറ്റ് 11/3/2025. അതേപോലെ തന്നെ എക്സാം ഡേറ്റ് 31/5/2025. അപ്പോൾ ഇത്രയും, അതായത് 98 പരീക്ഷകളാണ് ഈ മെയ് മാസം PSCയുടെ ഭാഗത്തു നിന്നും ഓൾറെഡി കലണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന പല മെയിൻ തസ്തികകളുടെ പരീക്ഷകളും ഈ മെയ് മാസമാണ് നടക്കുന്നത്. നേരത്തെ അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ വിളിച്ച വിവിധ പരീക്ഷകളുടെ ഡേറ്റ് മെയ് മാസം നടക്കുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. കൂടാതെ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ സിലബസ് കൂടെ ഒന്നുകൂടി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടി നോക്കി കൃത്യമായിട്ട് ഈ 1-2 മാസം വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സുരക്ഷിതമായ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് PSCയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഒരിക്കൽ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.